നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ അർജന്റീനയുടെ എതിരാളികൾ ആരാണ് എന്ന കാര്യം തീരുമാനമായിരിക്കുന്നു. കാനഡയാണ് കോപ്പയുടെ സെമിയിൽ അർജന്റീനയുടെ എതിരാളികൾ. ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ്, ഓർമ്മയുണ്ടാകും. 2-0 അന്ന് അർജന്റീന വിജയിച്ച് കയറിയത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരുമിച്ച് കളിച്ച ടീമുകൾ സാധാരണ ടൂർണമെന്റുകളിൽ ഫൈനൽ വരെ വ്യത്യസ്ത പാത്തുകളിലൂടെയാണ് പോവുക. പക്ഷേ ഇത്തവണത്തെ കോപ്പയുടെ ഡ്രോ ഇങ്ങനെയാണ്. സെമിയിൽ വീണ്ടും അർജന്റീന കാനഡ മത്സരം നമ്മളെ കാത്തിരിക്കുന്നു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വെനിസ്വലയെ കാനഡ പരാജയപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാനഡ കോപ്പ കളിക്കുന്നത്. ആ കോപ്പയിൽ തന്നെ അവര് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് വലിയ നേട്ടമാണ്. വെനിസ്വലയെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വന്ന ടീമാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ മികച്ച പ്രകടനമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാനഡക്കെതിരെ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീണുപോയി. മത്സരത്തിൽ 13-ാമത്തെ മിനിറ്റിൽ ഷഫൽബർഗിലൂടെ കാനഡ ലീഡ് എടുത്തപ്പോൾ 64-ാമത്തെ മിനിറ്റിൽ റോണ്ടോന്റെ കിടിലൻ ഗോൾ. സ്വന്തം ഹാഫിൽ നിന്ന് നൽകിയ പന്ത് അദ്ദേഹം എതിരാളികളുടെ ഹാഫിലേക്ക് കടക്കുമ്പോൾ ഗോൾ കീപ്പർ മുന്നോട്ട് കയറി നിൽക്കുകയാണ്. ഗോളിയുടെ തലക്ക് മുകളിലൂടെ പന്തടിച്ച് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് റോണ്ടോൺ വെനിസ്വലയെ ഒപ്പം എത്തിച്ചു. മത്സരം ആ 1-1 എന്ന രൂപത്തിൽ തന്നെ അവസാനിച്ചതോടുകൂടി പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോയി. ഷൂട്ടൗട്ടിൽ ഇരു ടീമും 6 കിക്കുകൾ വരെ എടുത്തിട്ടാണ് തീരുമാനമായത്, റിസൾട്ട് വന്നത്. അതിൽ വെനിസ്വലയ്ക്ക് നഷ്ടമായത് ഹെരേര, സെവറിനോ, ഏങ്കൽ എന്നിവരുടെ ഷോട്ടുകൾ വലയിലേക്ക് എത്തിയില്ല. മറുഭാഗത്ത് മില്ലറും എസ്റ്റാക്യോയും കാനഡയുടെ ഭാഗത്തു നിന്നും പന്ത് വലയിലേക്ക് എത്തിക്കാൻ പരാജയപ്പെടുന്നു. പക്ഷെ ഒടുവിൽ 3-4 ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ട് കാനഡ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. സെമി ഫൈനൽ മത്സരത്തിൽ അർജന്റീന വേഴ്സസ് കാനഡ പോരാട്ടം നടക്കും. ആ പോരാട്ടം നടക്കുക ജൂലൈ 10 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.